ചിക്കൻ പോക്സ് എന്നത് ഒരു വൈറൽ ഡിസീസാണ്. പനി, ശരീരവേദന, ചൊറിച്ചിലോട് കൂടിയ വെള്ളം നിറഞ്ഞ കുരുക്കൾ, വെസിക്കിൾസ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. എങ്ങനെയാണ് ഈ രോഗം പകരാറുള്ളത്? രോഗിയോടൊപ്പം അടുത്ത് സംസാരിക്കുമ്പോൾ ചുമയിലൂടെയും തുമ്മലിലൂടെയും ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം വായുവിലൂടെയും ഈ കുരുക്കളിലെ ദ്രാവകവുമായി നേരിട്ട് സമ്പർക്കം വരുമ്പോഴും എല്ലാം ഈ രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലരും പറയാറുണ്ട് കുളിച്ചു കഴിഞ്ഞാലാണ് ചിക്കൻ പോക്സ് പകരുന്നതെന്ന്. എന്നാൽ ഏത് സ്റ്റേജിലാണ് കൃത്യമായി ചിക്കൻ പോക്സ് പകരാറുള്ളത്? കുരുക്കൾ വരുന്നതിന് 1-2 ദിവസം മുൻപും എല്ലാ കുരുക്കളും വന്ന് ഉണങ്ങി പോകുന്നത് വരെയും രോഗി വളരെയധികം കണ്ടേജിയസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്? രോഗിയെ മറ്റുള്ളവരിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുക. അവരുടെ പേഴ്സണൽ തിങ്സ്, ടോയ്ലറ്റ് എന്നിവ മറ്റുള്ള ആളുകളുമായി ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. ഒപ്പം തന്നെ രോഗി ഇത്തരത്തിൽ കുരുക്കൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചൊറിഞ്ഞു പൊട്ടിക്കുന്നത് ഒഴിവാക്കണം. ലൂസ് ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ആഹാരം ലഘുവായ രീതിയിലും കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയി ഇരിക്കാനും ശ്രദ്ധിക്കണം. ഹോമിയോപ്പതിയിൽ ചിക്കൻ പോക്സ് വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് ചികിത്സിക്കാൻ കഴിയും. രോഗിയുടെ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുന്ന ഇത്തരത്തിലുള്ള മരുന്നുകൾ അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ചിക്കൻ പോക്സിനുള്ള ഹോമിയോപ്പതിക് പ്രതിരോധ മരുന്നുകൾ ഈ രോഗം വരാനുള്ള സാധ്യത തന്നെ വളരെ മികച്ച രീതിയിൽ തടയാൻ സഹായകരമാണ്.